വെമ്പായം ഇരിഞ്ചയത്തുണ്ടായ ബസ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് അതിവേഗ രക്ഷാപ്രവർത്തനം. ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് യാത്രക്കാരെ വേഗത്തിൽ പുറത്തെത്തിച്ചു. അപകട വാർത്തയെ അറിഞ്ഞയുടൻ 25 ആംബുലൻസുകളാണ് സ്ഥലത്തേക്ക് കുതിച്ചെത്തിയത്. നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. നെടുമങ്ങാട് അഗ്നിരക്ഷാസേനയും ഉടൻ തന്നെ സ്ഥലത്തെത്തി. നിരന്തരം അപകടമുണ്ടാകുന്ന കൊടുംവളവിലാണ് ഈ സംഭവം ഉണ്ടായത്. വളവിൽ നിയന്ത്രണം നഷ്ടമായപ്പോൾ റോഡിന്റെ ഒരു വശത്തേക്ക് ബസ് മറിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിന്റെ ശബ്ദവും യാത്രക്കാരുടെ നിലവിളിയും കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് എല്ലാ യാത്രക്കാരെയും പുറത്തെടുത്തു. റോഡരികിലെ അഴുക്കുചാലിന്റെ മുകളിലേക്കാണ് ബസ് വീണത്. വീഴ്ചയിൽ അഴുക്കുചാലിന്റെ സ്ലാബ് തകർന്നു. യാത്രക്കാർ ഈ സ്ലാബിനിടയിലൂടെ ഓടയിലേക്ക് വീണു. ഇവരെയെല്ലാം മിനിറ്റുകൾക്കകം പുറത്തെടുത്തു. 1 മണിക്കൂർ കൊണ്ട് ബസ് പോക്കി. ബസ്സിനടിയിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. വേഗത്തിലുണ്ടായ മറിയലിൽ ബസ്സിലുണ്ടായിരുന്നവർ തെറിച്ചു വീണാണ് പരിക്കേറ്റത്. മരിച്ച ദാസനിക്ക് ശരീരത്തിൽ മുറിവുണ്ടായിരുന്നില്ല. തലയ്ക്കാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 10:20 നെടുമങ്ങാട് വെമ്പായം റോഡിൽ ഇരിഞ്ചയത്തിന് സമീപമായിരുന്നു അപകടം. 26 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 7 കുട്ടികൾ SCT ആശുപത്രിയിലും ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ലാത്ത 15 പേർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ബസ്സിൽ നിന്നും വലിയ തോതിൽ ഇന്ധന ചോർച്ചയുണ്ടായി. ഇത് റോഡിൽ പരന്നു. അഗ്നിരക്ഷാസേന റോഡിൽ നിന്നും ഇന്ധനം വെള്ളം ഉപയോഗിച്ച് നീക്കി. അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അപകടശേഷം സംഭവ സ്ഥലത്ത് നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരുൾദാസിന്റെ കണ്ണിന്റെ പുരികത്തിന് ചെറിയ പരിക്കുണ്ട്. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു ഇയാൾ. പിന്നാലെ വിവരമറിഞ്ഞ നെടുമങ്ങാട് പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾ മദ്യപിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അമിത വേഗതയിൽ ബസ് വെട്ടിച്ചപ്പോൾ മറിഞ്ഞതാണെന്നാണ് അരുൾദാസിന്റെ മൊഴി. അമിത വേഗതയിൽ വന്ന ബസ് കൊടുംവളവിൽ വെച്ച് ബ്രേക്ക് ഇട്ടതാണ് അപകട കാരണമെന്നാണ് നിഗമനം. വിശദ പരിശോധന നടത്തും. അപകടത്തിൽപ്പെട്ട ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു ലോറിയെ മറികടക്കുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ വളവ് തിരിഞ്ഞ ശേഷമാണ് ബസ് മറിഞ്ഞത്. അതുവരെ റോഡിലൂടെ തെന്നി നീങ്ങുകയായിരുന്നുവെന്നും ബഹളം കേട്ടാണ് നോക്കിയതെന്നും നാട്ടുകാർ പറയുന്നു. ഒറ്റശേഖരമംഗലം പഴഞ്ഞിപ്പാറയിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ കുടുംബങ്ങളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. മന്ത്രിമാരായ GR അനിൽ, വീണ ജോർജ് എന്നിവർ പരിക്കേറ്റവരുടെ ചികിത്സ നൽകുന്നതിന് ആശുപത്രികൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി. ഇരിഞ്ചയവും സമീപ പ്രദേശങ്ങളും സ്ഥിരം അപകട മേഖലയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ബസ് ഉയർത്തുകയായിരുന്നു. ഇതോടെയാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്.